ഈ യുദ്ധം ശരിക്കും ഇറാന് വലിയ നേട്ടമായിരുന്നു. ഇറാന് വലിയ നേട്ടമാണ്. ഉപരോധങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന 49 വർഷം ഉണ്ടായിരുന്ന ഉപരോധങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറി. ഇപ്പോൾ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ എത്ര പടക്കപ്പലുകളാണ് ട്രംപ് അയച്ചത്? ഇപ്പോൾ ഇറാനെ തകർക്കും, ഇറാൻ നരകമാകും, ഇറാനെ പിടിക്കും, ഹോർമുസ് പിടിക്കും, ഹോർമുസിന് എന്റെ പേരിടുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് എത്ര കപ്പലുകൾ അങ്ങോട്ട് വിട്ടു. ഈ കപ്പലുകളൊക്കെ എഞ്ചിനിൽ നിന്ന് പുക വന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നിരന്തരമായി പല ഭാഗങ്ങളിൽ തകർക്കപ്പെട്ട അവസ്ഥയിലോ രാത്രിക്ക് രാത്രി തിരിച്ച് കടത്തിക്കളഞ്ഞു. ഇപ്പൊ എപ്പോഴൊക്കെ അമേരിക്ക ഏതൊക്കെ രീതിയിൽ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലും അമേരിക്കയുടെ 8 സൈനിക കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തു. അമേരിക്കയ്ക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നു. യുദ്ധമെങ്കിൽ യുദ്ധം, കരാർ ഞങ്ങളും വലിച്ചു കീറി കളയും എന്ന നിലപാടെടുക്കുന്നു. അമേരിക്ക ഫാദർലാൻഡ് ആണ് അല്ലെങ്കിൽ മദർലാൻഡ് ആണ്, ഇസ്രായേൽ ഫാദർലാൻഡ് ആണ്, ഇസ്രായേലിന്റെ നെതന്യാഹു എന്റെ മുത്തപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കുറെ ഒരു വർഗീയ ഭ്രാന്തന്മാർ നമുക്കിടയിലുണ്ട്. അവരെ മനുഷ്യരായി പോലും പരിഗണിക്കേണ്ട, മാറ്റി നിർത്തുക. ഇത് അമേരിക്ക എന്ന വൻ ശക്തി, ആ ഒരു പട്ടം ഇപ്പോൾ ഇറാൻ അടിച്ചു തീർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരി 28 തൊട്ട് അമേരിക്കയും ഇസ്രയേലും വലിയ കുതന്ത്രത്തിലൂടെ നടത്തിയ ഒരു യുദ്ധമായിരുന്നു, അതായത് ഇറാനെ പിടിച്ചടക്കാം എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ ധാരണയിൽ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത്, ട്രംപ് സമാധാനം കൊണ്ടുവരുന്നു, മറുവശത്ത് ഇതേ കണക്ക് വെല്ലുവിളികളും വീരവാദങ്ങളും ഈ സമാധാനം അല്ലെങ്കിൽ ആ ഒരു ലംഘനം നിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ആക്രമണം നടത്തുന്നു. പക്ഷേ ഒരു കാര്യം, അവിടെ ഇറാനെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കാനോ അല്ലെങ്കിൽ ഇറാനെ അമേരിക്ക വരയ്ക്കുന്ന വരയിലേക്ക് നിർത്താനോ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ട്രംപ് ഈ ഒരു യുദ്ധം ചെയ്യുന്നത്? അല്ലെങ്കിൽ ട്രംപിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഒരു യുദ്ധം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ സമാധാനം കൊണ്ടുവരണം എന്നൊക്കെ മാറ്റി മാറ്റി പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഈ രണ്ട് വള്ളത്തിൽ കാലിലിടാന്ന് കണ്ടിട്ടില്ല. ഇത് പണ്ട് മുതലേയുള്ള അമേരിക്കയുടെ ഒരു നയമാണ്. അതായത് ഒരു വശത്ത് യുദ്ധം ചെയ്യും, മറുവശത്ത് ഈ വെടിനിർത്തൽ കരാർ സംസാരിക്കും, ഡീൽ ചെയ്യും. അവർ ഡീലുകൾ സംസാരിക്കും. ഒരു വശത്ത് യുദ്ധം ചെയ്യുക, മറുവശത്ത് ഡീലുകൾ സംസാരിക്കുക. ഇത് കാലങ്ങളായി അമേരിക്ക തുടർന്നു പോരുന്നൊരു നയമാണ്. പക്ഷേ ഇറാന്റെ അടുത്ത് ചെലവായില്ല. ഇറാന്റെ അടുത്ത് ചെലവായില്ല എന്ന് പറഞ്ഞാൽ, ഇറാൻ ഒരു ഘട്ടത്തിൽ പോലും അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾക്കൊരു വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാമെന്ന് ഒരിക്കൽ തവണ, ഒറ്റത്തവണ പോലും ഇറാൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോകശക്തി എന്നുള്ള ഇമേജാണ് പൊതുവിലുള്ളത്. അത് ലോകശക്തി എന്നും ലോക പോലീസ് എന്നും ഒക്കെ സ്വയം വിശേഷിപ്പിക്കുകയും അമേരിക്കൻ പ്രസിഡന്റുമാണ്. ആ തരത്തിൽ ലോക കാര്യങ്ങളിൽ മറ്റു പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ കയറി ഇടപെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പൊ ഇവിടെയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഇറാന് നേരെ ഒരു യുദ്ധം നടത്തേണ്ട ഒരു ആവശ്യവും നിലവിലില്ല. പശ്ചിമേഷ്യയിലെ ഒരു രാജ്യവും ഇറാനെതിരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇറാന്റെ ആണവശേഷി ലോകത്തിന് ഭീതിയാകുമെന്ന് അറ്റോമിക് എനർജി ഏജൻസി പോലുള്ള ഒരു ഏജൻസികളും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ ലോകത്ത് ആണവായുധം കൈവശമുള്ള രാജ്യമാണ് അമേരിക്ക. എന്നിട്ടാണ് പറയുന്നത് ആണവശക്തി ലോകത്തിന് അപകടകരമാണ്, അതുകൊണ്ട് ഇറാൻ അത് ഉണ്ടാക്കരുത്. അപ്പോൾ അത് വലിയ വൈരുദ്ധ്യവും ഇരട്ടത്താപ്പുമാണ്. പക്ഷെ ഇതൊക്കെയാണ് ന്യായം, നീതി. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറരുത്, ആ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്, ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഇങ്ങനെയൊക്കെയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ. അന്താരാഷ്ട്ര യുദ്ധ നിയമമാണെങ്കിൽ പോലും അതിനൊരു നേരും നെറിയുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ യുദ്ധം അതൊരു ചതിപ്രയോഗമായിരുന്നു. കാരണം ആണവ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്നതിന്റെ പിറ്റേന്നാണ് ഈ ഇറാനിലേക്ക് അമേരിക്ക ഒരു വലിയ ആക്രമണം നടത്തുന്നത്. അതായത് ചർച്ച തുടരുമെന്ന ഔദ്യോഗികമായ ഒരു വശത്ത് ട്രംപ് പറയുന്നു, അമേരിക്കയുടെ പ്രതിനിധികൾ പറയുന്നു 4ാമത്തെ ചർച്ച നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനിടയിൽ കൊലപാതകം നടക്കുന്നു. ആരുടെ? അയത്തുള്ള അലി ഖാംനയുടെ. അതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. കാരണം പരമാധികാരി ഇല്ലാതായത് അല്ലെങ്കിൽ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ പരിപൂർണമായി ഇല്ലാതാകുമെന്നും ആ ഗ്യാപ്പിൽ ഇറാനിൽ ഒരു കലാപം ഉണ്ടാക്കി അവിടെ ഒരു പാരലൽ ഗവൺമെന്റിനെ ഉണ്ടാക്കിയെടുക്കാമെന്നും ഒക്കെ ആയിരുന്നു അമേരിക്ക മനസ്സിലാക്കിയത്. അത് തന്നെ ചതിയും കുതന്ത്രവുമാണ്. അപ്പൊ അങ്ങനെ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാത്ത അമേരിക്ക ഈ വെടിനിർത്തൽ കരാറിന്റെ വിഷയത്തിലും മര്യാദ പാലിക്കുമെന്ന് കരുതുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ വിട്ടികൾ. കാരണം അമേരിക്ക എന്തും ചെയ്യും. അവര് ട്രംപ് ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുക, നാളെ പറയുന്നതായിരിക്കില്ല മറ്റന്നാൾ പറയുക, ഇതൊന്നും ആയിരിക്കില്ല അടുത്ത ദിവസം തീരുമാനമായിട്ട് വരിക, ഈ തീരുമാനമായിരിക്കില്ല നടപ്പാക്കുക. അങ്ങനെ സകല രീതിയിലും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നേതാവ്, ഒരു ഭരണാധികാരിയായി, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരു ഭരണാധികാരിയായി ട്രംപ് മാറിക്കഴിഞ്ഞു. ഇവിടെ ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇറാന് മുന്നിൽ തന്റെ കരുത്ത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇറാനെ കീഴടക്കിയിട്ട് ഞാൻ വിജയിച്ചു എന്ന് ലോകത്തോട് പറയാൻ, അല്ലെങ്കിൽ അമേരിക്ക വിജയിച്ചു, അമേരിക്ക പറഞ്ഞതനുസരിച്ച് ഇറാൻ നിന്നു എന്നൊന്നും പറയാൻ ട്രംപിന് സാധിച്ചില്ല. അതാണ് ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ സ്വന്തം ജനതയ്ക്ക് മുന്നിൽ പോലും അപഹാസ്യനായി നിൽക്കുന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ വിധത്തിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ കരാർ പരിശോധിച്ചാൽ അറിയാം,
ഇറാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കരാറാണത്. അതെ. അതിൽ അമേരിക്കയുടെ ഒരു വാദങ്ങളും, അമേരിക്കയുടെ യുദ്ധ ലക്ഷ്യം എന്താണ്? ഒരു കരാർ ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും തങ്ങളുടെ കാൽക്കീഴിൽ വരണം, ഇറാൻ പരിപൂർണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ വരണം, ഇറാനിലെ ആണവശേഷി, ന്യൂക്ലിയർ എനർജി തങ്ങൾക്ക് കൈമാറണം, അവിടെ ഭരണമാറ്റം വരണം, അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഇനി ഉണ്ടാകാൻ പാടില്ല, പൂർണ്ണമായും അമേരിക്കയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് അമേരിക്ക പറയുന്നത് പോലെ ഹോർമുസ് കടലെടുക്ക് തുറക്കണം. ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ ആവശ്യം. പക്ഷേ ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ അധീനതയിലുള്ള ഹോർമുസ് കടലെടുക്ക് തുറക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾക്കാണ് അതിന്റെ ഒരു അധികാരം എന്ന് പറയുന്നത്, ഒമാനും അതുപോലെ തന്നെ ഇറാനും. പിന്നെ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് അത് നിയന്ത്രണം? അതൊരു അഹങ്കാരമല്ലേ? അല്ല, അഹങ്കാരം മാത്രമല്ല, ശുദ്ധ തെമ്മാടിത്തരമാണ്, പൂക്കൃത്തരം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരവും ആത്മാഭിമാനവും തകർത്ത രാജ്യത്തേക്ക് ആക്രമണം നടത്തുന്നു. ആ രാജ്യത്തിന്റെ ഭരണാധികാരി അടക്കം നിരവധി ഉന്നതരെ വധിക്കുന്നു. ആ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഞാൻ പറയുന്നവരവിടെ ഭരിക്കുമെന്നും പറയുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള അധികാരത്തിനും വില കൽപ്പിക്കാതെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരി ഉൾപ്പെടെ വധിച്ച് അവർ ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ നടക്കണമെന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് ഒരിക്കലും, അതിപ്പോ ഏത് രാജ്യത്തോടായാലും ഇങ്ങനെ നമ്മുടെ രാജ്യത്തോട് അമേരിക്ക ഇങ്ങനെ ചെയ്താൽ നമ്മൾ വെറുതെ ഇരിക്കും. അത് തന്നെയാണ് ഇറാനും ചെയ്തത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് ചില നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് കമന്റുകൾ കാണാറുണ്ട്, ഈ ഇറാന് എതിരെ ഞങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും എന്തിനേറെ പറയുന്നു അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ. അമേരിക്ക ഫാദർലാൻഡ് ആണ്, അല്ലെങ്കിൽ മദർലാൻഡ് ആണ്, ഇസ്രായേൽ ഫാദർലാൻഡ് ആണ്, ഇസ്രായേലിന്റെ നെതന്യാഹു എന്റെ മുത്തപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കുറെ ഒരു വർഗീയ ഭ്രാന്തന്മാര് നമുക്കിടയിലുണ്ട്. അവരെ മനുഷ്യരായി പോലും പരിഗണിക്കേണ്ട, മാറ്റി നിർത്തുക. അത് ഈ പറയുന്ന പോലെ പണ്ടൊരു സിനിമയിൽ പറയുന്ന പോലെ ജെലിസിന്റെ ഗുണം എന്ന് പറയുന്ന പോലെയാണ്. അതായത് അവർക്ക് കൂറ് അവിടെയാണ്, അവരുടെ ആളുകൾ അതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് സഹതപിക്കുക, അത്രയേ ഉള്ളൂ. പാവങ്ങളുടെ അവസ്ഥ ഓർത്ത് സഹതപിക്കുക. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ വർഗീയത കുത്തിക്കയറ്റി ഇന്ന മതത്തിൽപ്പെട്ടവരാണ് മരിക്കുന്നത്, അതൊരു ഇസ്ലാമിക രാജ്യമാണ്, അതുകൊണ്ട് അവർക്ക് അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പച്ച വർഗീയത ഈ യുദ്ധ വിഷയത്തിലും പറയുന്ന ആളുകളോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ആളുകൾ ഇങ്ങനെ പറയുമ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അമേരിക്കയുടെ തെരുവുകളിൽ ഇറാന് വേണ്ടിയിട്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പൊ സെനറ്റിൽ പോലും പ്രമേയം പാസ്സാക്കിയത് വലിയ തിരിച്ചടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള മണ്ടന്മാർക്ക്, ഈ പറയുന്ന ആളുകൾക്ക് എത്ര പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇവരിപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് പറയാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠം, ട്രംപ് ആണ് എന്റെ ദൈവം, അല്ലെങ്കിൽ നെതന്യാഹു ആണ് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ മൂത്താപ്പൻ എന്ന് പറയുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജൂത സമൂഹത്തിൽ ഏറ്റവും അധികം അവർ വെറുക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്. അത് തീവ്ര ജൂതന്മാർ, ഈ തീവ്ര സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം അവർ അത്തരത്തിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതായിട്ട് പല മാധ്യമ വാർത്തകളും ഇസ്രായേലിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഈ ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ അന്ധമായി ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നെറേറ്റീവാണ് ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു, ഇറാൻ തോറ്റു എന്നൊക്കെയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക തല കുത്തി മറിഞ്ഞിട്ട് ഇറാനെ തകർക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ എത്ര തവണ ഇറാന്റെ സൈനിക ശേഷി ഞങ്ങൾ തകർത്തു, ഇറാന്റെ മിസൈൽ ശേഷി ഞങ്ങൾ തകർത്തു, ഇറാന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർത്തു, ഇറാന്റെ ദ്വീപുകൾ ഞങ്ങൾ കൈക്കലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടും ഇറാന്റെ എണ്ണ മോഷ്ടിച്ചു എന്ന് വരെ ഗാലൻ കണക്കിന് ബില്യൺ എണ്ണ ഞങ്ങൾ എല്ലാ ദിവസവും ഇറാനിൽ നിന്ന് കൊണ്ടുവരികയാണെന്നൊക്കെയാണ് ട്രംപ് ഇന്നാൾ തട്ടിവിട്ടത്. എന്നിട്ട് ഇതേ ഇറാൻ അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ അപ്പം തന്നെ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്നലെ അമേരിക്ക ഇറാന്റെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ 8 സൈനിക കേന്ദ്രങ്ങളാണ് നിന്ന് കത്തിയത്. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോഴും റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അമേരിക്ക പക്ഷെ പറയുന്നത് അതിൽ നാശനഷ്ടങ്ങളില്ലാന്ന്. പക്ഷെ ബഹ്റിൻ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ്. ഇപ്പൊ അമേരിക്കയുടെ പടക്കപ്പലുകൾ എവിടെ? ഇപ്പൊ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ അമേരിക്കയുടെ എത്ര പടക്കപ്പലുകളാണ് ട്രംപ് അയച്ചത്? ഇപ്പൊ ഇറാനെ തകർക്കും, ഇറാൻ നരകമാകും, ഇറാനെ പിടിക്കും, ഹോർമുസ് പിടിക്കും, ഹോർമുസിന് എന്റെ പേരിടുമെന്ന് പറഞ്ഞിട്ട് ട്രംപ് എത്ര കപ്പലുകൾ അങ്ങോട്ട് വിട്ടു. ഈ കപ്പലുകളൊക്കെ എഞ്ചിനിൽ നിന്ന് പുക വന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നിരന്തരമായി പല ഭാഗങ്ങളിൽ തകർക്കപ്പെട്ട അവസ്ഥയിലോ രാത്രിക്ക് രാത്രി തിരിച്ചു കടത്തിക്കളഞ്ഞു. ഈ കപ്പലുകൾ പോയി, ആർക്കും ഒരു ഉത്തരവില്ല. അമേരിക്ക പറയുന്നില്ല എവിടെയാണ് കപ്പലുകൾ. ഈ കപ്പലുകൾക്ക് ഒന്നുകിൽ പരിപൂർണമായ നാശം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കപ്പലുകൾക്ക് വ്യാപകമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കപ്പലുകൾ ഇനിയും ഈ പറയുന്ന ഒമാന്റെ തീരത്തോ ഇന്ത്യൻ ഹോർമസിന്റെ തീരത്തോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് രാത്രിക്ക് രാത്രി കപ്പലും എടുത്തിട്ട് ഓടിയതാണ്. ഇതിനു മുമ്പ് ഹൂത്തികളെ തീർക്കാൻ ഇതേപോലെ കുറച്ച് കപ്പലുകളുമായിട്ട് ഇറങ്ങിയിരുന്നു. രാത്രിക്ക് രാത്രി കപ്പലുകൾ തിരിച്ചുകൊണ്ടുപോയി.
അതായത് അമേരിക്കയെ സംബന്ധിച്ച് അടി കിട്ടുമെന്നുള്ള പേടി അത് മൂർധന്യത്തിലാണ്. അതുപോലെ നല്ല അടി കിട്ടുന്നുമുണ്ട്, അത് കണക്കാണ്, അത് കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പൊ അത് ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി, തങ്ങൾ തോറ്റിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന വ്യഥാശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവകാശവാദങ്ങൾ. അല്ലെങ്കിലും ഈ സെനറ്റിൽ ഇത് പാസ്സായി, കോൺഗ്രസിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇനി US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ട്രംപിന് ഈ ഇറാൻ യുദ്ധവിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പൊ കോൺഗ്രസ് കൂടി അംഗീകരിക്കുകയാണെങ്കിൽ US കോൺഗ്രസിൽ അവസാനമായി ട്രംപ് ഇനി ഈ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഈ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ട്രംപിന് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇറാനെ തകർത്തു, അത് കണ്ട് പേടിച്ചിട്ട് ഇറാൻ കീഴടങ്ങി എന്ന് വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷെ ട്രംപിന്റെ ഓരോ ആക്രമണങ്ങൾക്കും സെക്കൻഡ് വെച്ച് ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഇതോടുകൂടി ട്രംപ് പറഞ്ഞത് മുഴുവൻ നുണയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അബദ്ധമാണ്, നടത്തുന്ന ഇടപെടലുകൾ മുഴുവൻ ഇരട്ടത്താപ്പാണെന്ന് ലോകം തിരിച്ചറിയാണ്. ഒരു വശത്ത് സമാധാനത്തിന് വേണ്ടി ചർച്ച നടത്തുന്നു, മറുവശത്ത് എന്തെങ്കിലും മുട്ടാപ്പോക്ക് പറഞ്ഞ് യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഈ ഏറ്റവും ഒടുവിൽ യുദ്ധം ചെയ്യുന്ന കാരണം എന്താ പറഞ്ഞ ട്രംപ്? കപ്പല് ആക്രമിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം. അതിപ്പോ രണ്ട് തവണയായി കപ്പലുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇതാക്കുന്നു. ഇപ്പൊ ആരോപണം എന്ന് പറയുന്നത് ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് മനസ്സിലായി ഇറാന് മുന്നിൽ തോറ്റു. അമേരിക്ക എന്ന ലോകശക്തി, ഇസ്രായേൽ എന്ന് പറയുന്ന ഭീരുക്കൾ, അതായത് അമേരിക്കയുടെ സഹായമില്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത, ഇറാനെ തൊടാൻ ശേഷിയില്ലാത്ത പേടിയുള്ള ടീമാണ്. അവർ എറിഞ്ഞു തോറ്റു, ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഇറാൻ, ഇറാന്റെ ശക്തി. കാരണം മറ്റ് അറബ് രാജ്യങ്ങളെ മുഴുവൻ കൂടെ നിർത്താനോ അനുനയിപ്പിക്കാനോ ഒക്കെ പശ്ചിമേഷ്യ വലിയ ശക്തിയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് വലിയ കരുത്തുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ പണ്ട് അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിനെതിരെ USSR എന്ന് പറയുന്ന അലയൻസ് വന്നത് അത്രയും വലിയ റഷ്യയുടെ നേതൃത്വത്തിൽ വന്ന ആ ഒരു സഖ്യമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് രൂപപ്പെട്ട സഖ്യമാണ്. അത് അമേരിക്കൻ ശാക്തിക ചേരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഭീഷണി ചെറുതല്ല. അമേരിക്ക ഒരു ആണവ ബോംബ് വികസിപ്പിക്കും, ഇവിടെ USSR ഉണ്ടാക്കും. അമേരിക്ക ഒരു സ്പേസിലേക്ക് ആളെ വിടും, അവിടെ നിന്ന് അവരും വിടും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്താലും അതിനെയൊക്കെ കൂടുതൽ മികവോടുകൂടി ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര മേഖലയിൽ അടക്കം, യുദ്ധരംഗത്തടക്കം, റഷ്യൻ ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പവർ. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വന്നൊരു ശാക്തിക ചേരിയായിരുന്നു ഈ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഈ ഇറാനും ചൈനയും റഷ്യയും ഒക്കെ അടങ്ങുന്ന ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. അറബ് രാജ്യങ്ങൾ വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങളാണ്, അവർക്കും ഒരുപാട് വളരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ നേരത്തെ തന്നെ അമേരിക്ക സ്വന്തം ചിറകിനടിയിലാക്കി വെച്ചിരിക്കുന്നത്. അതൊരു സുരക്ഷാ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അറബ് രാജ്യങ്ങൾക്ക് ഏത് നിമിഷവും ഇറാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാകാം, തീവ്രവാദ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ അറ്റാക്ക് ഉണ്ടാകാം. അപ്പൊ നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും മറുവശത്ത് ആ കുഴപ്പങ്ങളുടെ ആനുകൂല്യത്തിൽ ആയുധം വിറ്റ് കാശടിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഈ പശ്ചിമേഷ്യ ഒറ്റക്കെട്ടായി നിന്നാൽ നാറ്റോ സഖ്യത്തിന് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായിട്ട് യൂറോപ്യൻ യൂണിയനൊക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ കയ്യിലും വലിയ പണം അല്ലെങ്കിൽ ഭയങ്കര പവർ എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കുക, ഇപ്പൊ ഇറാൻ ഒരു വലിയ ശക്തിയായി വരുന്നു, ഉപരോധങ്ങൾ നീങ്ങുന്നു, ഇറാൻ കരുത്തുറ്റ രാജ്യമായി ഉയർന്നു വരുന്നു, റഷ്യയുടെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ചൈനയുടെ അകമഴിഞ്ഞ പിന്തുണ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭിക്കുന്നു. ഒരു പുതിയ ശാക്തിക ചേരി ഇവിടെ ഉണ്ടാവുകയാണ്. അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത, മിഡിൽ ഈസ്റ്റിന്റെ പോലെ അമേരിക്കയുമായി സ്നേഹത്തിൽ പോകാത്ത, എന്നാൽ കരുത്തുറ്റ ശക്തമായ ഒരു നെറ്റ്വർക്ക്, അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. അപ്പൊ അവരുടെ മുന്നിൽ തോൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് തങ്ങളെ അതിജീവിക്കുന്നു എന്ന് കാണുന്നത് അമേരിക്കയ്ക്ക് വലിയ മോശമാണ്, നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൊട്ടിക്കൽ അമേരിക്ക പൊട്ടിക്കുന്നത്, ട്രംപ് പൊട്ടിക്കുന്നത്. പക്ഷെ അവിടെ മൊത്തം നിരാശയാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേലിനെ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അതുപോലെ കാല് നക്കുന്ന, അമേരിക്കയുടെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന മറ്റൊരു മേഖലയില്ല. അപ്പൊ അവര് എന്തു പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഒരു പ്രോക്സി രാജ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലുമായി ചില ആശയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി ഇറാൻ പൊതുശത്രുവാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു സൂചന കൊടുക്കണം. ഇപ്പൊ ഇറാന് മുന്നിൽ തോറ്റിട്ടില്ല എന്ന് ലോകത്തെ കാണിക്കണം. ഇറാന് ഞങ്ങൾ തരം കിട്ടിയാൽ അടിക്കും, ഇതൊക്കെ ഒരു തമാശയല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സെറ്റിൽമെന്റ് നാടകമല്ലേ എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇറാൻ ശക്തമായ തിരിച്ചടി
അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങളും ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പൽ തകർത്തത്, ഇറാൻ തകർത്തത് അമേരിക്ക ഒമാനുമായി ചേർന്നിട്ട് ഒരു പാരലൽ റൂട്ട് ഹോർമൂസിന് പാരലൽ ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇറാന്റെ കയ്യിലെ വജ്രായുധമായിട്ടുള്ള ഹോർമൂസ് അടച്ചാലും അപ്പുറത്തെ വഴിക്ക് കൊണ്ടുപോകുക. അപ്പൊ ആ വഴി ഡെവലപ്പ് ചെയ്യാനാണ് ആശാന്മാർ ശ്രമിച്ചത്. ഇറാനിതറിയാം, ഇറാൻ അതിലെ പോകുന്ന മുഴുവൻ കപ്പലുകളും പൊട്ടിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല ഹോർമൂസ് ഇനി അടച്ചിടും. ഇനി അടച്ചിടുകയും വീണ്ടും ഇറാൻ ആക്രമണം ശക്തമാക്കുകയും ചെയ്താൽ ഈ വെടിനിർത്തൽ കരാർ തന്നെ അപ്രസക്തമാകും. വീണ്ടും യുദ്ധം തുടങ്ങാൻ സാധ്യതകൾ വീണ്ടും യുദ്ധം തുടങ്ങാൻ സാധ്യത നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് യുദ്ധം തുടരാനുള്ള സാധ്യത അത് ഇസ്രായേലും ഇറാനും തമ്മിലാണ് എന്നായിരുന്നു. അപ്പൊ ഇസ്രായേൽ അതിനുവേണ്ടി ചില തന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലബനാനെ കടന്നാക്രമിക്കുക, അങ്ങനെ ഇറാനെ വീണ്ടും യുദ്ധത്തിലേക്ക് ഇറക്കുക, അങ്ങനെ ഈ വെടിനിർത്തൽ കരാറ് നിഷ്പ്രഭമാക്കുക. ഇതായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം. പക്ഷേ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ലെബനനിലേക്ക് ആക്രമണം കടുപ്പിച്ചപ്പോൾ തന്നെ ലെബനൻ പറഞ്ഞു, ഞങ്ങളും ശക്തമായിട്ട് നിങ്ങൾ ആക്രമിക്കും, ഒരു മയവും ഉണ്ടാകില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈന്യത്തെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന് അലർട്ടായി. കാരണം ലെബനൻ ഇത്രയും, അല്ലെ ഹിസ്ബുള്ള ഇത്രയും ശക്തമായിട്ട് സംസാരിക്കണമെങ്കിൽ അവർക്ക് എന്തോ കാര്യമായ ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. എന്തോ കാര്യമായിട്ടുള്ള, ഇത് ചിലപ്പോൾ ഡ്രോണുകളായിരിക്കാം, മിസൈലുകളായിരിക്കാം, ഇനി അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇറാൻ അടുത്ത ദിവസം ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തും എന്നുള്ള ഉറപ്പായിരിക്കാം. എന്തായാലും ലെബനന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു വലിയ ധൈര്യം കിട്ടിയിട്ടുണ്ടെന്ന് ഇസ്രായേലിന് മനസ്സിലായി. പതിയെ ഇസ്രായേൽ അവിടുന്ന് സൈന്യത്തെ പിൻവലിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് സാധ്യത മങ്ങി. പക്ഷെ അപ്പോഴും ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സമ്മർദ്ദം ശക്തമാണ്. അപ്പൊ അമേരിക്കയും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം അമേരിക്കൻ ജനത ചോദിക്കുകയാണ്, ഇറാൻ പറഞ്ഞത് മുഴുവൻ ഒപ്പിട്ട് കൊടുക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ യുദ്ധം ചെയ്തത്? ഈ യുദ്ധം ശരിക്കും ഇറാന് വലിയ നേട്ടമായിരുന്നു. ഇറാന് വലിയ നേട്ടമാണ്. ഉപരോധങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന 49 വർഷം ഉണ്ടായിരുന്ന ഉപരോധങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറി. ഇറാന്റെ എല്ലാ ഇതും ആസ്തികളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, എണ്ണ നിക്ഷേപ കേന്ദ്രങ്ങൾ, എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, അവരുടെ മുഴുവൻ ഊർജ്ജ സ്രോതസ്സുകളെയും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്നു, പുറത്ത് വിൽക്കാൻ പറ്റുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് മത്സരിച്ച് വിപണി പിടിക്കാൻ കഴിയുന്നു. ഹോർമൂസ് കടലിലേക്ക് ഒരു ആയുധമാണ്, അത് തങ്ങളുടെ കൈവശം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഇറാന് കഴിയും. അതൊരു വീണ് കിട്ടിയ ആയുധമല്ലേ? ഹോർമൂസ് അടച്ചാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. ഇനി ആര് ഞങ്ങളെ ആക്രമിച്ചാലും ഞങ്ങൾ ഹോർമൂസ് അടച്ചാൽ ആ പ്രശ്നം അവർക്ക് ഞങ്ങളുടെ കാൽക്കൽ വീണ് പരിഹരിക്കേണ്ടി വരും എന്നൊരു പുതിയ അറിവ് ഇറാന് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു യുദ്ധത്തില് അമേരിക്ക എല്ലാം കയ്യിൽ കൊടുക്കുകയാണ്. ഇറാൻ ഉണ്ടായ നഷ്ടം അത് നികത്താൻ കഴിയാത്തതാണ്. ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. പക്ഷേ ആ നേതാവ് രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം അവര് നടത്താതിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോ ഈ ആയത്തുള്ള അലി ഖാംനെയി രക്തസാക്ഷിത്വം ഏറ്റവും പരമമാണ് എന്ന് കരുതിയിരുന്ന ആൾക്ക് മരണം അല്ലെങ്കിൽ ആക്രമണത്തിനിരയായി മരിക്കുക എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമില്ല. അത് അവരുടെ ജന്മലക്ഷ്യം നിറവേറി എന്നുള്ള ആ അർത്ഥത്തിലാണെങ്കിലും ആ ചെയ്ത്തും അവർക്ക് ഗുണകരമാണ്. ആ രക്തസാക്ഷിത്വം ശരിക്കും പറഞ്ഞാൽ ഇറാൻ ജനതയെ ഒന്നിപ്പിച്ചു. അതിനു മുമ്പ് ഇറാനിലെ ജനത ഭിന്നിച്ചു നിന്നതാണ്. അവിടെ വലിയ ആഭ്യന്തര കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായതാണ്. പക്ഷെ ഇതിനുശേഷം ഇവരെല്ലാവരും ഒന്നിച്ചു. ഇറാൻ ജനത ഐക്യപ്പെട്ടു. അവരൊന്ന് ഒറ്റക്കെട്ടായി ശക്തമായി എതിരാളികളെ ആക്രമിച്ചു. ഇതോടുകൂടി ഇറാന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഈ യുദ്ധം ജയിക്കാൻ കഴിയാതെ അമേരിക്കയും ഇസ്രായേലും പിന്മാറുന്നു. ലോകശക്തികളെ തോൽപ്പിച്ച ഇറാൻ മറ്റൊരു ലോകശക്തിയാണെന്ന് ലോകം വിലയിരുത്തുന്നു. അതിനുശേഷം ഇറാൻ ഒന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അത്രയും ഓഫറുകളും ഇളവുകളും നേട്ടങ്ങളും ഒക്കെ അവർക്ക് അമേരിക്ക വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിലും വലിയൊരു തോൽവി അമേരിക്കയ്ക്ക് കിട്ടാനുണ്ടോ? ഇതിലും വലിയൊരു തോൽവി ഇസ്രായേലിന് കിട്ടാനുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ യുദ്ധം ഉണ്ടാകുന്നു, യുദ്ധം വരുന്നു, യുദ്ധം പോകുന്നു, ചർച്ച നടക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആത്യന്തികമായി ഇറാൻ വിജയിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇറാൻ പറയുന്നിടത്തെല്ലാം എത്തേണ്ടി വരും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന്റെ റിപ്പിറ്റേഷനാണ് സംഭവിക്കുന്നത്. ഇപ്പൊ എപ്പോഴൊക്കെ അമേരിക്ക ഏതൊക്കെ രീതിയിൽ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലും അമേരിക്കയുടെ 8 സൈനിക കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തു. അമേരിക്കയ്ക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നു. യുദ്ധമെങ്കിൽ യുദ്ധം, കരാർ ഞങ്ങളും വലിച്ചു കീറി കളയും എന്ന നിലപാടെടുക്കുന്നു. അമേരിക്ക ഒരു നരകമാക്കുമെന്നും അതായത് ട്രംപ് വെല്ലുവിളിക്കുന്നത് പോലെ തന്നെ അതേ തീവ്രതയിൽ തിരിച്ച് ഇറാനും വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയാണോ അമേരിക്ക ആക്രമിക്കുന്നത് അതേ രീതിയിൽ തിരിച്ച് അമേരിക്കയെ ആക്രമിക്കാനും ഇറാന് കരുത്തുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്കക്ക് വലിയ തിരിച്ചടി തന്നെ കിട്ടുന്നു. അമേരിക്ക പറയുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ട്രംപ് തീർത്തും തോറ്റു എന്നുള്ളത്, തകർന്നടിഞ്ഞു എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ്. ഇറാൻ മുന്നേറുക തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര ചർച്ചകൾ നടന്നാലും, എത്ര വെല്ലുവിളികൾ നടന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും
ആത്യന്തികമായി ഇറാൻ ജയിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയും. അല്ലാതൊരു പരിഹാരം ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ട് ആ ടെറിട്ടറി പിടിച്ചെടുത്തിട്ട് അവിടെ ഇസ്രായേലും അമേരിക്കയും പറയുന്നവർ ഭരിച്ചിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളത് പരിപൂർണമായ മണ്ടത്തരമാണ്, വ്യാമോഹമായി തന്നെ അവശേഷിക്കും.